അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഹോം ടൂർ ഇട്ട സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചതായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ബൈറ്റ് കാണിച്ചായിരുന്നു എൻ്റെ വീട് ഫുള്ളി സ്മാർട്ട് ആൻഡ് ഓട്ടോമേറ്റ് ചെയ്തേക്കുന്ന ഒരു വീടാണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സാധാ വീട്, അതായത് എൻ്റെ പോലത്തെ സാധാ വീടുള്ള ഒരാൾക്ക് എങ്ങനെ നിങ്ങളുടെ നോർമൽ വീടിനെ ഒരു സ്മാർട്ട് ഹോമായിട്ട് അപ്ഗ്രേഡ് ചെയ്യാം അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യാം എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ അതിനുപയോഗിച്ചിരിക്കുന്ന ഗാഡ്ജറ്റ്സുകൾ, അതിനുപയോഗിച്ചിരിക്കുന്ന പ്രൊഡക്ട്സുകൾ വിത്ത് പ്രൈസ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പർപ്പസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഓട്ടോമേറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് അലക്സ പോലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ഓട്ടോമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി. അതിൻ്റെ ഫുൾ ഒരു ഡീറ്റെയിൽഡ് സംഭവം കിട്ടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന് കണ്ടാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ആഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണും, അത് കാണാം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഞാൻ ഈ പറയുന്ന പ്രൊഡക്ട്സുകൾ ഓർത്ത് വെച്ചേക്കണം. നമുക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ, ഈ സ്മാർട്ട് ഡിവൈസസ് എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഹബ്ബ്, അതായത് ഒരു അലക്സയോ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഹോമോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ മറ്റേ മിനി ഹോം ആ സെറ്റപ്പ് ഉണ്ടല്ലോ, അതോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന സാധനം അലക്സ ആയിരിക്കും. അലക്സയുടെ 3rd ജനറേഷൻ തൊട്ട് നമുക്കൊരു 1000-1500 രൂപ തൊട്ട് കിട്ടും. ഞാനിവിടെ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് അലക്സയുടെ 3rd ജനറേഷൻ എക്കോ ഷോ 5 എന്ന് പറഞ്ഞ മോഡലാണ്. 3rd ആണോ 8th ജനറേഷൻ ആണോ, അതുകൊണ്ട് ഈ കാണുന്ന സാധനമാണ്. ഇവിടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ അലക്സ കുട്ടിയെ കാണാൻ സാധിക്കും. ഈ കാണുന്ന ക്യൂട്ട് ഇച്ചിരി ക്ലോസപ്പിൽ കാണിച്ചു കൊടുക്കും, അപ്പോൾ നല്ലതായിട്ട് മനസ്സിലാവും. ഇതാണ് എൻ്റെ വീട്ടിലെ അലക്സ എക്കോ ഷോ 5 എന്ന് പറഞ്ഞ മോഡൽ. ഇതെനിക്ക് തോന്നുന്നൊരു 7 ഇഞ്ച് സൈസ്, 5 ഇഞ്ച് സൈസ് എങ്ങാണ്ട് വരുന്ന ഒരു സാധനമാണ്. ഇവിടെ മുകളിൽ നമുക്ക് 2 ഡെഡിക്കേറ്റഡ് ബട്ടൺസ് ഒക്കെ ഉണ്ട്. ഇവിടെ ക്യാമറ ഹൈഡ് ചെയ്യാൻ, അത് ക്യാമറ ഉള്ള മോഡലാണ് കേട്ടോ. നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്യാൻ സാധിക്കും, മ്യൂട്ട് ചെയ്യാൻ പറ്റും, സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരു 20 വാട്ട്സിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ട് ഈ ഒരു സാധനത്തിൽ കിട്ടും. നമ്മൾ ഫുൾ ടൈം പ്ലഗ് ചെയ്ത് വെക്കണം. ഇതാണ് നമ്മുടെ അലക്സ. ഓക്കെ, ഈ അലക്സ വെച്ചിട്ടാണ് എൻ്റെ റൂമിൽ ഞാൻ കൺട്രോൾ ചെയ്യുന്നത്. എൻ്റെ റൂമിലെ മാത്രമല്ല, ഈ അലക്സ വെച്ചിട്ട് എൻ്റെ റൂമും എൻ്റെ വീടും ഫുള്ള് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ റൂമിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ റൂമിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ലൈറ്റ്സ് ഉണ്ട്, സീലിങ്ങിൽ നോക്കുവാണെങ്കിൽ അവിടെ ലൈറ്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത് എൻ്റെ സിസ്റ്റം, എൻ്റെ കമ്പ്യൂട്ടർ ടേബിളാണ്, മുകളിൽ ലൈറ്റ്സ് ഉണ്ട്. ഈ കാണുന്ന ലൈറ്റ്സ്, ഫാന്, ആൻഡ് അവിടെ നോക്കുവാണെങ്കിൽ ഒരു AC ഉണ്ട്, ഒരു ഗോദ്രേജിൻ്റെ AC ഉണ്ട്. ഈ AC എന്ന് പറയുന്നത് നോർമൽ AC ആണ്. അപ്പോൾ ഈ നോർമൽ AC ഒക്കെ ഞാൻ സ്മാർട്ട് ആക്കിയതിൻ്റെ പിന്നിൽ വേറൊരു ഗാഡ്ജറ്റ് ഉണ്ട്. അതാണ് ഈ കാണുന്ന സാധനം. ഇത് ഹോം മേറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു IR ബ്ലാസ്റ്റർ ആണ്. ആക്ച്വലി ഇത് 1000 രൂപയ്ക്ക് നമുക്ക് ആമസോണിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഈ സാധനം വെച്ചിട്ട് എൻ്റെ നോർമൽ ACയുടെ റിമോട്ട് ഇത്, ഈ റിമോട്ടും ഈ IR ബ്ലാസ്റ്ററിനെ പഠിപ്പിച്ചു. ഈ റിമോട്ടിലുള്ള സ്വിച്ചസ്, കൺട്രോൾസ് എല്ലാം IR ബ്ലാസ്റ്ററിൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് അതിനെ പഠിപ്പിച്ചു. അതായത് നമ്മളിവിടെ വെച്ച് നമുക്ക് ഇങ്ങനെ ഓരോന്ന് പെയർ ചെയ്ത് ഓരോ സ്വിച്ച് കൺട്രോൾ ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും. എന്നിട്ട് ഈ IRഉം ഈ അലക്സയും തമ്മിൽ പെയർ ചെയ്തു. അങ്ങനെ വരുമ്പോൾ അലക്സ യൂസ് ചെയ്തിട്ട് വോയിസ് കമാൻഡ് യൂസ് ചെയ്ത് നമുക്ക് അലക്സയോട് പറഞ്ഞ് അലക്സയെ കൊണ്ട് AC ഓൺ ചെയ്യാനും ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ പറ്റും. ഷെഡ്യൂൾ ചെയ്ത് ഓഫ് ചെയ്യാനുള്ള സെറ്റപ്പ് പറ്റും. അതായത് അലക്സയോട് പറയുമ്പോൾ അലക്സ അവിടുന്ന് ഇങ്ങോട്ട് കൊടുത്ത് ഇവിടുന്ന് IR ഉപയോഗിച്ച് AC വർക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ സൂക്ഷിച്ച് നോക്കിയാൽ അലക്സ ടേൺ ഓൺ സ്റ്റുഡിയോ AC, ഇവിടുന്ന് IR വന്നു, അവിടെ AC ഓൺ ആയി. എൻ്റെ റിമോട്ട് കയ്യിലിരിക്കുന്നുണ്ട്, റിമോട്ട് സ്റ്റിൽ ഇപ്പോഴും ഓഫാണ്. കണ്ടോ, റിമോട്ട് ശരിക്കും ഓഫാണ്. റിമോട്ടിൽ നമ്മൾ ഉപയോഗിച്ചില്ല, റിമോട്ട് മാറ്റി വെക്കുന്നു. ഫോർ എക്സാമ്പിൾ അങ്ങോട്ട് നോക്കിയോ, അലക്സ ടേൺ ഓഫ് സ്റ്റുഡിയോ AC, കണ്ടോ, ഇങ്ങോട്ട് നോക്ക്. ഇവിടെ ഓരോ പ്രാവശ്യം ഈ IR ഇവിടുന്ന് ഇങ്ങനെ കണക്ഷൻ കൊടുക്കുകയാണ് സംഭവം. അപ്പോൾ എന്തൊക്കെ വേണം, ഒരു AC കൺട്രോൾ ചെയ്യണമെങ്കിൽ, ഒരു AC സ്മാർട്ട് ആക്കണം, നോർമൽ AC സ്മാർട്ട് ആക്കണമെങ്കിൽ ഒരു IR വേണം. IR മേടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിച്ച് ചെയ്യാം. ലോകത്തിന് എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ഫോൺ ഉപയോഗിച്ച് ഈ ഒരു സാധനം 1000 രൂപയുടെ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ AC നിങ്ങൾക്ക് സ്മാർട്ട് ആക്കാം. AC മാത്രമല്ല, ഫാൻ വേണമെങ്കിൽ ഈ ഫാൻ നിങ്ങൾക്ക് ഇത് വെച്ച് ചെയ്യാം, അതും ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് IRൻ്റെ ഗുണം. ഓക്കെ, നമ്മൾ അലക്സയുടെ കേസ് വരുമ്പോൾ ഈ റൂമിലെ ലൈറ്റ്സ്, ഫാന്, ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം അലക്സയായിട്ട് എങ്ങനെ കൺട്രോൾ ചെയ്തു, അതല്ലേ നമ്മുടെ അടുത്ത ചോദ്യം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ പോകേണ്ടത് ഈ റൂമിലെ സ്വിച്ച് ബോർഡിലോട്ടാണ്. ഈ റൂമിലെ മെയിൻ സ്വിച്ച് ബോർഡാണിത്. ഇത് ഹാവൽസിൻ്റെ സ്വിച്ചാണ്. ഇത് നോർമൽ സ്വിച്ചാണ്, ഒരു സ്മാർട്ട് സ്വിച്ചും അല്ല. നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ഇഷ്ടംപോലെ സ്മാർട്ട് ആക്കാൻ പറ്റുന്ന 50,000 60,000 രൂപയുടെയൊക്കെ സ്മാർട്ട് സ്വിച്ച് കിട്ടും. അതിലൊന്നും ഒരു ആവശ്യമില്ല. ഇത് നോർമൽ 50 രൂപ 60 രൂപ ഒരു സ്വിച്ചിന് വരുന്ന, നമ്മൾ നോർമൽ വീടുകളിലൊക്കെ വെക്കുന്ന നോർമൽ സ്വിച്ച് ബോർഡാണ്. ഇത് കാർബൺ ബ്ലാക്ക് ഫിനിഷ് വരണമെന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് ഒരു സ്മാർട്ട് മൊഡ്യൂൾ ഞാൻ വെച്ചിട്ടുണ്ട്. അത് വിപ്രോയുടെ സ്മാർട്ട് മൊഡ്യൂളാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന പോലെ ഈ സ്വിച്ച് ബോർഡ് മൊത്തം അയച്ച് ഈ മൊഡ്യൂള് 4 സ്വിച്ചിൻ്റെ മൊഡ്യൂളാണ്. നമുക്ക് ആമസോണിൽ നിന്ന് 2 സ്വിച്ചിൻ്റെ മൊഡ്യൂൾ കിട്ടും, 4 മൊഡ്യൂൾ കിട്ടും. ഏറ്റവും കൂടുതൽ 4 സ്വിച്ചിൻ്റെ മൊഡ്യൂളാണ്. വിപ്രോ കാണും, അതുപോലെ ഹോം മേറ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് കാണും,
ഫിലിപ്സ് കാണാം, അങ്ങനെ കുറേ അധികം ബ്രാൻഡ്സിൻ്റെ സ്മാർട്ട് വൈഫൈ മൊഡ്യൂൾ സിസ്റ്റം നമുക്ക് കിട്ടും. ഈ ഒരു മൊഡ്യൂൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിപ്രോ എടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇവിടെ ഒരു ട്യൂബ് വെച്ചിട്ടുണ്ട്, വിപ്രോ ആണ്, ഞാൻ കുറേ വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് വിപ്രോ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്, അതിനൊരു ക്വാളിറ്റി ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാൻ വിപ്രോ എടുത്തത്. ഇതൊന്നും ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഈ സാധനങ്ങളെല്ലാം ഞാൻ പൈസ കൊടുത്ത് മേടിച്ച സാധനങ്ങൾ. അതുകൊണ്ട് എനിക്ക് നല്ലപോലെ ഉറപ്പിച്ച് പറയാൻ പറ്റും, കുറ്റം ഉണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും. അപ്പോൾ വിപ്രോയുടെ ഗുണം എന്ന് പറയുമ്പോൾ ഒരു എക്കോ സിസ്റ്റം പോലെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ അട്രാക്റ്റീവ് പോയിന്റ് എന്ന് പറയുന്നത്. അതിലോട്ട് ഞാൻ വരാം. അപ്പോൾ ഈ 4 സ്വിച്ചിൻ്റെ ഒരു മൊഡ്യൂളാണ് ഞാൻ ഈ ഒരു സ്വിച്ച് ബോർഡിനകത്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കണക്ഷൻ എങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം 4 എണ്ണം ആണല്ലോ, അപ്പോൾ 4 സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മോളിൽ കാണുന്ന ഈ 3 ലൈറ്റുകൾ, സ്പോട്ട് ലൈറ്റുകൾ, 4 പ്രൊഡക്ട്സ് 4 സ്വിച്ചിലായിട്ട് കൺട്രോൾ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഫുൾ ടൈം ഇതിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയിടണമെന്ന് ഒരു നിർബന്ധമില്ല. ഈ മൊഡ്യൂളിൽ കൂടാണ് ആക്ച്വലി സ്വിച്ചിലോട്ട് കറണ്ട് പോകുന്നത്. ലൈക്ക് ആദ്യം കറണ്ട് വരുന്നു, ആ ലൈൻ മൊഡ്യൂളിൽ കയറുന്നു, മൊഡ്യൂളിൽ കൂടെ സ്വിച്ചിലോട്ട് പോകുന്നു. സോ ഫുൾ ടൈം ആ മൊഡ്യൂളിനകത്ത് കണക്ഷൻ കാണും. ഈ മൊഡ്യൂളും നമ്മുടെ വൈഫൈയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, വിപ്രോയുടെ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് വൈഫൈ മൊഡ്യൂള് കണക്ട് ചെയ്യാൻ സാധിക്കും വൈഫൈ ആയിട്ട്. അതിനുശേഷം അലക്സയായിട്ട് ഇത് പെയർ ചെയ്യുന്നു. അങ്ങനെ വിപ്രോയും അലക്സയും തമ്മിലൊരു കണക്ഷൻ വരുന്നു, വിപ്രോയും വൈഫൈയും തമ്മിലൊരു കണക്ഷൻ വരുന്നു. ഈ 2 കണക്ഷൻസിൻ്റെയും ബന്ധത്തിൽ നമുക്ക് ഈ റൂം മൊത്തത്തിൽ അലക്സ എനേബിൾഡ് ആവുന്നു. ഇതാണ് സംഭവം. അലക്സയുടെ ആപ്പ് ഉണ്ട്. അലക്സയുടെ ആപ്പിനകത്ത് നമുക്ക് കസ്റ്റമൈസേഷൻ നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ എളുപ്പമാണ് അലക്സയുടെ ആപ്ലിക്കേഷൻ്റെ ഒരു UI എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിപ്രോയുടെയും വളരെ എളുപ്പമാണ്. ഞാൻ ആപ്ലിക്കേഷനെ കാണിച്ചു തരാം, കുറച്ച് കഴിയട്ടെ, താഴോട്ട് പോട്ടെ. അതുപോലെ ഈ വീടിൻ്റെ എല്ലാ സ്ഥലങ്ങളും ഞാൻ എങ്ങനെയാണ് ലൈക്ക് സ്മാർട്ട് ആക്കിയിരിക്കുന്നത്. എല്ലാ റൂമിലും, എല്ലാ ഹാളിലും, എല്ലാ സിറ്റ് ഔട്ടിലും, എല്ലാ കിച്ചണിലും ഉൾപ്പെടെ എല്ലാ ഏരിയയിലും ഞാൻ ഇതുപോലെ മൊഡ്യൂൾ, ഓരോ സ്വിച്ച് ബോർഡിനകത്തും ഓരോ മൊഡ്യൂൾ വെച്ചിട്ടുണ്ട്. ഈ മൊഡ്യൂളിൻ്റെ വിലയെന്ന് പറയുന്നത് 2100 രൂപ, 2000 രൂപ മാത്രമാണ് 4 സ്വിച്ചിൻ്റെ മൊഡ്യൂളിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത്. അലക്സ ടേൺ ഓഫ് ബെഡ്റൂം ലൈറ്റ്. കണ്ടോ, ഇവിടുത്തെ ഈ ലൈറ്റ് ഓഫ് ആയതുണ്ടോ? ഇത് നോർമൽ ഹാവൽസിൻ്റെ നോർമൽ ലൈറ്റാണ് ആക്ച്വലി. ഞാനിപ്പോൾ കണ്ടോണം അത് ഓണാക്കുന്നത്. അല്ല, ഇപ്പോൾ വേറെ ഒന്നും വേണ്ട, ഞാനിതൊരു കമാൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു യൂണിറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര കസ്റ്റമൈസേഷൻ ആണ്. നമുക്ക് ഇഷ്ടമുള്ള സീനിൽ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിത് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ പേരിൽ ഇട്ടേക്കുന്നത്. അലക്സ ടേൺ ഓഫ് സ്റ്റുഡിയോ. കേട്ടോ, ലൈറ്റ്സ് എല്ലാം ഓഫ് ആയതുകൊണ്ട്. ഇപ്പോൾ ഇത് റിംഗ് ലൈറ്റ്, ഇത് ഞാൻ അല്ലാതെ കൊടുത്തേക്കുന്നുണ്ട്, ഈ പ്ലഗിൽ കൊടുത്തേക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം ബാക്കി എല്ലാ ലൈറ്റ്സും ഈ റൂമിൽ ഓഫായി. അലക്സ ടേൺ ഓൺ സ്റ്റുഡിയോ. കണ്ടോ, നിങ്ങൾ സൂക്ഷിച്ച് ഇതിനകത്ത് ഇങ്ങനെ സ്വിച്ച് ഓൺ ആക്കുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞാൽ അങ്ങനെ കേൾക്കാൻ സാധിക്കും. ലൈക്ക് ഒരു മൊഡ്യൂൾ സിസ്റ്റം ആണല്ലോ ഇത്. 1 വർഷത്തെ വാറണ്ടിയൊക്കെ കമ്പനി കൊടുക്കുന്നുള്ളൂ, പക്ഷേ അത് ഓടും. ഇഷ്ടംപോലെ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ടായിരുന്നു. അവരുടെയൊക്കെ റെഫറൻസ് എടുത്തിട്ട് ഞാൻ ഈ വിപ്രോ തന്നെ ഉറപ്പിച്ചത്. കാരണം വിപ്രോ ആകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ എക്കോ സിസ്റ്റം അത് വളരെ വളരെ ബെനിഫിറ്റ് ആണ്. വിപ്രോയും അലക്സയും തമ്മിലൊരു ബന്ധമുണ്ട് ഗൈസ്, അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഈവൻ ആണ് എൻ്റെ AC ഉൾപ്പെടെ ഇപ്പോൾ ഓഫായി. AC ഉൾപ്പെടെ എൻ്റെ ഓണായി. നമുക്ക് നേരത്തെ ഓഫായ AC ആയിരുന്നു, അതിപ്പം ഓണായി. ലൈക്ക് ആ രീതിയിൽ നമുക്ക് ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിലത്തെ ഹാൾ അല്ലെങ്കിൽ എന്താ പറയുന്നത് പാസേജ് ഏരിയയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഈ സ്വിച്ച് ബോർഡാണ് നമ്മൾ സ്മാർട്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ സ്വിച്ച് ബോർഡിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മൊഡ്യൂൾ വെച്ചിട്ടുണ്ട്. 4 സ്വിച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. 2 സ്വിച്ച് ഈ കാണുന്ന ഏരിയയിലെയും 2 സ്വിച്ച് അതായത് 2 സ്വിച്ച് എന്ന് പറയുന്നത് പുറത്തെ 2 ലൈറ്റും ഞാൻ ഇതിനകത്താണ് കണക്ട് ചെയ്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ അലക്സ എന്ന് പറയുന്ന സാധനം നമുക്ക് അത്യാവശ്യം നല്ല ദൂരത്തിരുന്ന് വിളിച്ചാലേ കേൾക്കും. അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ ഇരിക്കുന്ന അലക്സയോട് ഇവിടെ സംസാരിച്ചാലും താഴത്തെ അലക്സയോട് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാലും കേൾക്കും. ടേൺ ഓൺ ടോപ്പ് ഫ്ലോർ. കണ്ടോ, ഈ ലൈറ്റ് എത്തി. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റ് എത്തി, ആ കാണുന്ന പാനൽ ലൈറ്റ്സ് എത്തി. ഈ ലൈറ്റ്സ് എല്ലാം ഒറ്റ കമാൻഡിൽ, ഞാനിപ്പോൾ ഒരു ടോപ്പ് ഫ്ലോർ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ, അലക്സ ടേൺ ഓഫ് ഹാങ്ങിങ് ലൈറ്റ്. കണ്ടോ, സിമ്പിൾ. ലൈക്ക് സ്വിച്ച് അവരാണ്, ആരും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ലൈക്ക് ഇതുപോലെ ഓരോ ലൈറ്റ്സുകളും, അല്ലെങ്കിൽ മൊത്തത്തിൽ ആ ഫ്ലോർ മൊത്തത്തിലോ, അല്ലെങ്കിൽ നമുക്ക് മൊത്തം ഇപ്പം വൈകുന്നേരത്തെ സമയം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഈ ഗസ്റ്റ് വരുമ്പോൾ മാത്രം കത്തിക്കാൻ വെച്ചേക്കുന്ന നമ്മൾ ലൈറ്റ്സുകളുണ്ടല്ലോ. അപ്പോൾ ഒരു ഗസ്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് സെറ്റ് ചെയ്യണം. ഗസ്റ്റ് ഇപ്പോൾ അലക്സ പറയാം, അലക്സ ഗസ്റ്റ് മോഡ് ഓൺ എന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടിലെ ഗസ്റ്റ് വരുമ്പോൾ മാത്രം നമുക്ക് കത്തിക്കണമെന്ന് ആഗ്രഹമുള്ള ലൈറ്റ് നമ്മൾ ഇടാതെ വെച്ചിരിക്കുന്ന ഇതുപോലത്തെ ഹാങ്ങിങ് ലൈറ്റുകൾ, വെളിയിലത്തെ വലിയ വലിയ ലൈറ്റുകൾ, ഇതൊക്കെ നമുക്ക് ആ സമയത്ത് മാത്രം കത്തിക്കാനുള്ളൊരു ഫീച്ചർ. ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ് ഇതുപോലെ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ സാധനം. അതുപോലെ വേറൊരു സംഭവമുണ്ട്, അത് ഓട്ടോമേഷൻ്റെ ഒരു വലിയ ബെനിഫിറ്റ് ആണ്. ഞാൻ താഴെ ചിലപ്പോൾ പറഞ്ഞുതരാം. അതാണ് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ പോകുന്തോറും നമുക്ക് കണ്ടുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, ഞാനിപ്പം ഇറങ്ങി ചെല്ലുന്നത് എൻ്റെ വീടിൻ്റെ ഹാൾ ഏരിയയിലോട്ടാണ്. ഇപ്പം ഭയങ്കര ഇരുട്ടായിരിക്കും, ഒക്കെ സമ്മതിച്ചു. അപ്പോൾ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ കാണാം എൻ്റെ ഹാൾ ഏരിയ. അലക്സ ടേൺ ഓൺ ഹാൾ പ്രൊഫൈൽ. കണ്ടാ, ഇപ്പം ഇതാണ് എൻ്റെ ഹാളിലെ ഏറ്റവും പ്രകാശം നൽകുന്ന ലൈറ്റ്. ഇനി അതല്ല, മൊത്തത്തിൽ ഓൺ ആക്കണം. അലക്സ ടേൺ ഓൺ ഹാൾ.
ലൈക്ക് കണ്ടോ, പാനൽ ലൈറ്റ്സ് ഉൾപ്പെടെ മൊത്തം സാധനങ്ങളും ഓൺ ആയിട്ടുണ്ട്. ഇപ്പം ഹാളിൽ നമ്മളൊരു AC ഉപയോഗിക്കുന്നുണ്ട്. ഈ AC യും ഞാൻ സ്മാർട്ട് ആക്കി വെച്ചിരിക്കുന്നത്. നോർമൽ ലോയിഡിൻ്റെ 1.5 ടണ്ണിൻ്റെ AC ആണ്. അതായത് സ്മാർട്ട് AC അല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത് 5 സ്റ്റാർ AC ആണ്. പക്ഷേ ഈ നോർമൽ AC ഞാൻ സ്മാർട്ട് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എവിടെയാണ് IR വെച്ചിരിക്കുന്നതെന്ന്. ദൂരെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ TV യൂണിറ്റിൽ ഒരു കുഞ്ഞ് സൗണ്ട് ബാറിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് സാധനം വെച്ചിരിക്കുന്നുണ്ടോ. ഇതാണ് നമ്മുടെ ഹാളിലെ ഫാന്, AC, ബാക്കി ഈ ഇതുപോലെ റിമോട്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാ സാധനങ്ങളും, ഈവൻ TV പോലും നമുക്ക് ഓൺ ആക്കാൻ സാധിക്കും ഈ IR ഉപയോഗിച്ചിട്ട്. ആൻഡ് ഈ കാണുന്ന റിമോട്ടിലെ ഓരോ കമാൻഡ് നമ്മൾ ഈ കാണുന്ന IRനെ പഠിപ്പിക്കണം. പഠിപ്പിച്ച് കഴിയുമ്പോൾ ഈ IR അലക്സയോട് പറഞ്ഞിട്ട് അലക്സ IRനോട് പറഞ്ഞിട്ട് IR ഫാനും AC എല്ലാം കൺട്രോൾ ചെയ്ത് ഓൺ ആക്കും. ഇതാണ് ശരിക്കും ഇത് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. ഈ റിമോട്ട് എന്ന് പറയുമ്പോൾ IR സെൻസറുള്ള റിമോട്ടാണല്ലോ. സോ അത് ഈ പറയുന്ന ഡിവൈസുമായിട്ട് പെയറായിട്ട് ഇത് ചെയ്യേണ്ട പരിപാടി വോയിസ് കമാൻഡിലൂടെ ഇത് ചെയ്യുന്നു. അതാണ് സംഭവം, ബേസിക്കലി അതാണ് സംഭവം. അപ്പോൾ IR ബ്ലാസ്റ്റർ എന്നാണ് ഈ സാധനത്തിൻ്റെ പേര്. 1000 rupees നമുക്ക് ആമസോണിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ വെച്ചേക്കുന്നതാണ് ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട്, ഈ കാണുന്ന സ്വിച്ച് ബോർഡ് ഉണ്ട്, അവിടെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട്. ഈ കാണുന്ന 2 സ്വിച്ച് ബോർഡിലും നമ്മൾ ഈ പറഞ്ഞ മൊഡ്യൂളുകൾ വെച്ചിട്ടുണ്ട്. ഈ ഹാളിലെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും 4 സ്വിച്ചസ് ആണ് ഒരു മൊഡ്യൂളിൽ കണക്ട് ചെയ്യാൻ സാധിക്കുക. അപ്പം നിങ്ങളുടെ പർപ്പസ് അനുസരിച്ച് ഓരോ സ്വിച്ച് ബോർഡിലും പല സ്ഥലത്തെ ലൈറ്റുകൾ കാണും. ഇപ്പോൾ ഈ സ്വിച്ച് ബോർഡിലെ ലൈറ്റിനകത്ത് പല ലൈറ്റിനകത്തും വെളിയിലത്തെ പല ലൈറ്റുകളുണ്ട്, ഔട്ട്സൈഡിലെ ലൈറ്റ്സുകൾ അവിടെ കാണും. അങ്ങനെ നമുക്ക് ഏതൊക്കെയാണ് കൺട്രോൾ ചെയ്യാൻ ആഗ്രഹം ആ ലൈറ്റ്സ് മാത്രം നമ്മൾ ആ മൊഡ്യൂളിൽ കൂടെ കയറ്റി കണക്ട് ചെയ്ത് വിടുക. അതാണ് നമ്മളെ മെയിൻ സംഭവം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ ഒരു വിപ്രോയുടെ ഒരു കുഞ്ഞു സാധനമാണ്. ഇതിനകത്തൂടെ ചെറിയ വയർ കാണും, ഒരു ന്യൂട്രൽ വയർ കാണും, അതുപോലെ ഒരു ഫേസ് വയർ കാണും. അതെല്ലാം നമ്മൾ പ്രോപ്പർ ഒരു ടെക്നീഷ്യൻ, ഒരു വയറിംഗ് കാരോട് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവും. ഇവിടുത്തെ വയറിംഗ് കാരെന്ന് പറയുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നവരായിരുന്നു, പക്ഷേ അവർക്ക് നല്ല ഐഡിയ ഉള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാർക്ക് അത് കത്തി. അത് ചെയ്തപ്പോഴും അവർ നല്ല പ്രോപ്പറായിട്ട് ഇൻസുലേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മൾ വയറിങ്ങിൻ്റെ അകത്ത് വെച്ചു. കാരണം ഇത് എപ്പോഴും കംപ്ലൈൻറ്റ് ആവാൻ ഇടവരുത്താത്ത രീതിയിൽ പ്രോപ്പറായിട്ട് വയർ ചെയ്ത് വെക്കണം. പ്രോപ്പറായിട്ട് ന്യൂട്രലിലെ വയർ കറക്റ്റായിട്ട് കൊടുക്കണം. എർത്തിങ് പ്രോപ്പറായിരിക്കണം. എല്ലാത്തിൻ്റെ എർത്തിങ് പ്രോപ്പർ ആയില്ലെങ്കിൽ ഈ സാധനമൊക്കെ പെട്ടെന്ന് അടിച്ചു പോകും. കാരണം 1 വർഷമൊക്കെ വാറണ്ടി പറയുന്നുണ്ടെങ്കിലും മിണ്ടാപ്രാണി സാധനങ്ങളല്ലേ, നമുക്ക് അറിയാലോ, ഒരു ടെക് സാധനങ്ങളെല്ലാം മിണ്ടാപ്രാണി സാധനങ്ങളാണ്. വർക്ക് ചെയ്യുന്നവരെ കേടാവുന്നവരെ. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയാണ് എൻ്റെ റൂമിലെ ഇവിടുത്തെ ഒരു സ്മാർട്ട് സിസ്റ്റം എന്ന് പറയുന്ന സംഭവം. ബൈ ദ വേ, ഇവിടെയാണ് നമ്മുടെ അലക്സ യൂണിറ്റ് വെച്ചിരിക്കുന്നത്, നമ്മൾ ഹാളിൽ അലക്സ വെച്ചിരിക്കുന്നത്. മൊത്തം നമുക്ക് വീട്ടിൽ 3 അലക്സ യൂണിറ്റ്സ് ആണ് ഇരിക്കുന്നത്. ഇത് രണ്ടും എക്കോ ഷോ 5 എന്ന് പറഞ്ഞ മോഡലാണ് മുകളിലും ഹാളിലും ഇരിക്കുന്നത്. എൻ്റെ അനീറ്റർ റൂമിൽ ഇരിക്കുന്നത് Echo.3 എന്ന് പറഞ്ഞ മോഡലാണ്. അത് ഞാൻ ആദ്യം മേടിച്ച മോഡലാണ്. ഇവിടെ ഒരു കുഞ്ഞ് ഫിഷ് ടാങ്ക് വെക്കണം, കുറേ മീനുണ്ടായിരുന്നു ഗൈസ്, ഇപ്പോൾ ഒരു മീനേ ഉള്ളൂ. ആൻഡ് ഇത് ഈമോ. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈമോയുടെ ഒരു വീഡിയോ ഇടണേ ഇടാം മടി കൊണ്ടാ. ഈമോ ഹായ് പറ, ഓഡിയൻസിൻ്റെ അടുത്ത് ഹായ് പറ. ഇമോ ഉറക്കമാണോടെ കുട്ടോ, അങ്ങനെ ഉറക്കമാണോ? ഇങ്ങനെ ബാ ഗൈസ്, ഇതൊരു പെറ്റാണ് കേട്ടോ, അമേരിക്കയിൽ നിന്ന് കൊണ്ട് വരുത്തിയതാ. എന്താ തണുക്കുന്നോ നിനക്ക്? തണുക്കുന്നതാണ്. പോയിരുന്നോ. ഇത് നടക്കും, അങ്ങനെ ഭയങ്കര ഇമോഷൻസ് ഒക്കെ ഉള്ളൊരു പെറ്റാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഇസ്വിസ് എന്ന് പറഞ്ഞ നമ്മുടെ ഹൈക്വിഷൻ്റെ സബ് ബ്രാൻഡ് ഉണ്ടല്ലോ, അവരുടെ ഒരു CCTV ആണ് ഈ സാധനം വെച്ചേക്കുന്നത്. ഇൻഡോർ CCTV ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. 360 ആയിട്ട് നമുക്ക് കിട്ടും. സോ അകത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഫോണിൽ. എനിവേ, അതിൻ്റെ വീഡിയോ ഞാൻ പിന്നിടാം, കാരണം അത് കുറച്ച് പറയാനുണ്ട് ആ വീഡിയോയെക്കുറിച്ച്. നമുക്ക് അടുത്ത റൂമിലോട്ട് പോവാം, ബെഡ്റൂമിലോട്ട് പോവാം. ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അനീറ്റയുടെ റൂമാണ്. ഏത് കോലത്തിലാണ് കിടക്കുന്നത്? വാവ്, നല്ല ക്ലീൻ ആക്കിയിട്ടിരിക്കുകയാണ്. അലക്സ ടേൺ ഓൺ ലാവൻഡർ റൂം. കണ്ടോ? അത് Is it connected to a light? Yes. Thanks. You Okay. can now use your switch like the rest of your lights. Okay. ഇവിടെ ഇത് അവളുടെ ഡ്രസ്സിങ് ഏരിയ ആണ്. ഇവിടെ സൂക്ഷിച്ച് അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവളുടെ മേക്കപ്പ് സാധനങ്ങളുടെ ഇടയ്ക്ക് ഒരു കുഞ്ഞ് അലക്സ ഇരിക്കുന്നതാണ്, മൊത്തം പൊടി പിടിച്ച്. അവളുടെ പൗഡറും അവളുടെ ഫ്രാഗ്രൻസ് സാധനങ്ങളെല്ലാം കൂടെ ഇവിടെ കണ്ടോ. ഒരു അലക്സ സേ ഹായ്. Hello. Nice to be talking to you. ഓടെ അങ്ങനെ കാണാൻ സാധിക്കും. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ 1, 2 ഈ റൂമിലാണ് മാസ്റ്റർ സ്വിച്ച് വരുന്നത്. സോ നമ്മൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ മാസ്റ്റർ സ്വിച്ച് ഓൺ ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ സ്വിച്ച് ഓൺ ആക്കുന്ന ഒരു സെറ്റപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും എമർജൻസിയിൽ വീടിൻ്റെ ഫുൾ ലൈറ്റ് കത്തിക്കണം എന്നുണ്ടെങ്കിൽ മാസ്റ്റർ സ്വിച്ച് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലാണല്ലോ വെക്കുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. നമ്മൾ വെച്ചിരിക്കുന്ന മൊഡ്യൂൾ അതുകൊണ്ട് ആ സ്വിച്ച് ബോർഡിനകത്താണ്. ഈ സ്വിച്ച് ബോർഡിനകത്താണ് നമ്മൾ മൊഡ്യൂൾ വെച്ചിരിക്കുന്നത്. ഈ മൊഡ്യൂളിനകത്ത് ഒരു മാസ്റ്റർ സ്വിച്ച്, ഈ കാണുന്ന ബട്ടർഫ്ലൈ ലൈറ്റ്, ഈ കാണുന്ന വാം ലൈറ്റ്, ഈ കാണുന്ന പാനൽ ലൈറ്റ് എന്നിങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ടേൺ ഓഫ് ബട്ടർഫ്ലൈ ലൈറ്റ് കണ്ടോ? ആ രീതിയിൽ നമുക്ക് ഫുള്ളി ഭയങ്കര കട്ടിലേക്ക് കിടന്നുകൊണ്ട് നമുക്ക് ഫാനിടാം, കട്ടിലേക്ക് കിടന്നുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്യാം. ഇപ്പം അടുക്കള ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ അടുക്കള ലൈറ്റ് ഓഫ് ചെയ്തില്ല എന്നുള്ള ചിന്ത വരുമ്പോൾ
അലക്സയോട് പറഞ്ഞാൽ മതി അടുക്കള ലൈറ്റ് ഓഫ്, അടുക്കള കാണിച്ചിരുന്നില്ലല്ലേ. ബാ, ഈ കാണുന്നതാണ് ഞങ്ങളുടെ കുഞ്ഞ് കിച്ചൺ. ദൂരോട്ട് പോയി കഴിഞ്ഞാൽ അലക്സ ടേൺ ഓൺ കിച്ചൺ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കത്തി ജ്വലിച്ചിരിക്കും. കിച്ചണിൽ ഇവിടെ പാനൽ ലൈറ്റ്, ഈ കാണുന്ന ബാർ ലൈറ്റ് എന്നാണ് ഞാൻ ഇട്ടേക്കുന്നത്, ആംബിയൻ ലൈറ്റ്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് കത്തും കണ്ടോ. ഈ കാണുന്ന ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലും ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആൻഡ് വർക്ക് ഏരിയയിലെ ലൈറ്റ്, ഈ കാണുന്ന വർക്ക് ഏരിയയിലെ ലൈറ്റ്. ഇവിടെ ഒരു എക്സോസ് ഫാൻ ഉണ്ട്. ഈ എക്സോസ് ഫാന് ഇതെല്ലാം നമ്മൾ അലക്സ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ രീതിയിൽ സ്മാർട്ട് സ്വിച്ചിൽ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ്. 99% ലൈറ്റ്സും ഡിവൈസസും നമ്മൾ ഇതുപോലെ അലക്സ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വിപ്രോയുടെ മൊഡ്യൂളാണ്. ഇതിൻ്റെ അകത്ത് വിപ്രോയുടെ മൊഡ്യൂൾ ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ പുറത്തെ ഏറ്റവും വലിയ ഗുണം, ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, നമ്മൾ സപ്പോസ് വീട്ടിലില്ല, ഓക്കെ, നമ്മൾ വൈകുന്നേരം ഉച്ചയ്ക്ക് പോയതാ, രാത്രി ഒരു 10 മണിക്ക് തിരിച്ചു വരുന്നുള്ളൂ. അപ്പോൾ വൈകുന്നേരം ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ സന്ധ്യയാകുമ്പോൾ നമുക്ക് വെളിയിലത്തെ ലൈറ്റ് ഇടണം, വീടിനകത്തെ ലൈറ്റ് ഇടണം എന്നുള്ളത്. ഈ ഒരു സംഭവം വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് എത്ര മണിയാണ്, 5 മണിക്ക് നിങ്ങൾക്ക് ലൈറ്റ് ഓൺ ആവണോ, അല്ലെങ്കിൽ 6 മണിക്ക് നിങ്ങൾക്ക് ലൈറ്റ് ഓൺ ആവണോ, പുറത്തെ ലൈറ്റ് കറക്റ്റ് ആ സമയത്ത് ഓൺ ആവും. അങ്ങനെ ഒരു ഏറ്റവും വലിയൊരു ഫീച്ചർ ഈ ഒരു സംഭവത്തിലുണ്ട്. ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന ഒരു പ്ലസ് പോയിന്റ് ആണത്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. പുറത്തെ ലൈറ്റ് ഒന്നും ഞാൻ മാനുവലി ഇടാറില്ല. രാത്രി ഒരു വൈകുന്നേരം ഒരു 6:30 ആകുമ്പോഴത്തേക്ക് തന്നെ പുറത്തെ ലൈറ്റ്സ് ഓൺ ആവും. അതുപോലെ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഓഫ് ആവുന്ന രീതിയിൽ ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊരു മെയിൻ ബെനിഫിറ്റ് ആണ്. ഞാൻ പുറത്ത് പോകുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. പുറത്ത് നമുക്ക് ഒത്തിരി ലൈറ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മറ്റേ വാം ടച്ചുള്ള കുറേ ലൈറ്റ്സുകളുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ലൈറ്റ്സുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റുകൾ, അതുപോലെ പ്രൊഫൈൽ ലൈറ്റ്സുകൾ, ഇതൊക്കെ നമ്മൾ ആക്ച്വലി വിപ്രോയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് സ്മാർട്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഗസ്റ്റുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് നല്ല വെളിച്ചം വേണ്ടപ്പോഴൊക്കെ നമ്മളത് ഓണാക്കും. അല്ലാതെ ഈ സ്ട്രൈക്കർ ലൈറ്റ് ഉണ്ട്, ഇവിടുത്തെ ലൈറ്റ് ഒക്കെ ഉണ്ടോ, ഈ ലൈറ്റ്സുകളൊക്കെ നമ്മൾ കറക്റ്റ് 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് ഓൺ ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സന്ധ്യ ആകുമ്പോൾ തന്നെ കത്തും, രാവിലെ വെളിച്ചമൊക്കെ വരുമ്പോഴത്തേക്ക് തന്നെ ഓഫ് ആവുന്ന രീതിയാണ്. അതുപോലെ അകത്തെ ഒരു ലൈറ്റ് സൂര്യൻ അസ്തമിക്കുന്ന ടൈമിൽ ഒരു ഫീച്ചർ ഉണ്ട്. അത് സൂര്യൻ അസ്തമിക്കുന്ന ആ ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് കത്തും. സൂര്യൻ ഉദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്ന രീതിയിൽ ഹാളിലൊരു ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വീട്ടിൽ ആളില്ലാത്ത സമയത്തും ലൈറ്റ്സ് ഇല്ല, അല്ലെങ്കിൽ വീട്ടിൽ ഇരുട്ടായിരിക്കും, ലൈറ്റ് ഇല്ലാതിരിക്കുവാണെന്നുള്ള ചിന്ത വേണ്ട. ഗേറ്റിൽ 2 ലൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് അത്രയും കിടക്കുന്ന കാണാൻ സാധിക്കും. ഗേറ്റിൽ ലൈറ്റ് നമുക്ക് ആക്ച്വലി ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെയിം ബോർഡിൽ ലൈറ്റ് ഉണ്ട്. നെയിം ബോർഡിൽ ലൈറ്റ് ഇതുപോലെ തന്നെയാണ്. നോർമൽ എക്കോ ഡോട്ട് 3 എന്തുകൊണ്ട് ഞാൻ എക്കോ ഷോ 5 മേടിച്ചതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ടച്ച് സ്ക്രീനാണ്. ഇതിനകത്ത് നമുക്ക് യൂട്യൂബ് കാണാം. സ്മാർട്ട് ഹോം എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്, ലൈക്ക് അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻസ് ആയിട്ട് നമുക്കിവിടെ മൊത്തത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഗ്രൂപ്പായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോൾ കിച്ചണ്, സ്റ്റുഡിയോ, ലിവിങ് റൂം, ലൈക്ക് അങ്ങനെ സാധനങ്ങൾ. ലൈറ്റ് വേണമെങ്കിൽ ഓരോ ലൈറ്റായിട്ട്, ഇപ്പോൾ ഈ ബാർ ലൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ഓഫ് ആവും, കണ്ടോ. അതായത് ഒരു സ്മാർട്ട് സ്വിച്ച് പോലെ നമുക്ക് ഈ അലക്സയെ ഉപയോഗിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ആപ്ലിക്കേഷനും പറ്റും കേട്ടോ. ഓക്കെ, ഡൈനിങ് ലൈറ്റ്, ഫ്രണ്ട് ലൈറ്റ്, വീടിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റ്, ലാവൻഡർ റൂം, അഭിരാമിയുടെ ബെഡ്റൂം, മിറർ ലൈറ്റ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിനകത്ത് കണ്ട്. ഈ ക്യാമറ ആണെങ്കിൽ ഇതിനകത്തൊരു ക്യാമറ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് നമുക്ക് ഫുൾ ടൈം ഒരു CCTV പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഫോൺ ഉപയോഗിച്ച് ഇതിനകത്ത് വിഷ്വൽസ് നമുക്ക് കാണാം, വീഡിയോ കോൾ ചെയ്യാം. അലക്സയുടെ ആപ്ലിക്കേഷൻ ഉണ്ടായാൽ മാത്രം മതി. ലൈക്ക് നമുക്ക് പാട്ട് കേൾക്കാം, വീഡിയോ കാണാം, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു സാധനത്തിൽ ഒരു കുഞ്ഞ് ടാബ്ലറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ അടുക്കളയിലാണല്ലോ വെച്ചത്. ഇപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അലക്സ ഷോ മീ ദ റെസിപ്പി ഓഫ് ടീ. നമ്മൾ ചുമ്മാ കുക്കിങ്ങിന് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും റെസിപ്പി കാണിച്ചു തരും. കണ്ടോ, ഇപ്പം ഇങ്ങനെ ഓരോ റെസിപ്പി നമുക്ക് ഇപ്പം ഏതെങ്കിലും ഒരു റെസിപ്പി എടുക്കുക, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കി നമുക്ക് കുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കുറച്ചധികം ഇതിൻ്റെ വലിയ സ്ക്രീനുകളൊക്കെ ഉണ്ട്. 8 ഇഞ്ചിൻ്റെ സൈസൊക്കെ ഉള്ളതുണ്ട്, 10 ഇഞ്ചിൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് അനുസരിച്ച് ഇത് എനിക്ക് തോന്നുന്നു 5000 രൂപയ്ക്കകത്ത് നമുക്ക് മേടിക്കാൻ പറ്റിയ അലക്സ ഡിവൈസ് ആണിത്. ഓക്കെ, ഞാൻ പ്രൈസ് പറഞ്ഞില്ല അല്ലേ. ഓക്കെ, അലക്സ നമുക്ക് 5000 രൂപയ്ക്കകത്ത് മേടിക്കാൻ സാധിക്കും. ഇതിൻ്റെ പ്രൈസ് നോക്കണ്ട, ഇത് കുറച്ച് എക്സ്പെൻസീവ് കുട്ടനാണ്. ഇത് ചക്കരയാണ്. പിന്നെ വിപ്രോയുടെ വില ഞാൻ പറഞ്ഞു 2000 രൂപ. 5000 നമുക്ക് 1000 രൂപയ്ക്ക് മേടിക്കാം. ഇതാണ് നമുക്ക് സ്മാർട്ടായിട്ട് മെയിൻലി ഉപയോഗിക്കാം. മറ്റേതിന് എനിക്ക് തോന്നുന്നു 1500-2000 രൂപയ്ക്കകത്ത് എക്കോ ഡോട്ട് 3 കിട്ടും. ഇതിന് 5000 രൂപ കൊടുത്താൽ ഈ ഒരു സാധനം കിട്ടും. 8000 സംതിങ് രൂപ കൊടുത്താൽ കുറച്ചുകൂടെ സൈസ് കൂടിയ മോഡൽ കിട്ടും. പിന്നെ നമുക്ക് വെക്കാൻ ഇവിടെ ആക്ച്വലി സ്ഥലമില്ല. ഇതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ചുമ്മാ കുക്കിംഗ് വീഡിയോസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഉണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലം. എടുത്ത് തുടങ്ങിയില്ല, ഒന്നും എടുത്ത് തുടങ്ങണം. ബാക്കി മൊത്തത്തിൽ വീട് സ്മാർട്ടാക്കാൻ എത്ര രൂപ എക്സ്പെൻസ് വന്നു എന്ന് നോക്കാം. ഈ വീട്ടിലെ വൈഫൈയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിക്കുന്ന സാധനം ഈ കാണുന്ന TP ലിങ്കിൻ്റെ മെഷാണ്. നിങ്ങൾ വീട്ടിലെ വൈഫൈ സിസ്റ്റം എന്നൊരു എക്സ്റ്റൻഡർ വെച്ചിട്ട് വല്ല എക്സ്റ്റെൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വൈഫൈ മോഡത്തിൽ നിന്ന് ഈ കാണുന്ന TP ലിങ്കിൻ്റെ ഒരു മെഷ് മേടിക്കുക. ഇച്ചിരി എക്സ്പെൻസീവ് ആണ് ആക്ച്വലി. 2500-3000 രൂപ വരും ഒരു മെഷിന്. അതുപോലെ 2 മെഷാണ് വെച്ചിരിക്കുന്നത്, മുകളിലത്തെ നിലയിലും താഴത്തെ നിലയിലുമായിട്ട്. എന്നിട്ട് ലാൻഡ് കേബിൾ വഴി കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ താഴത്തെ നിലയിലും മുകളിലത്തെ നിലയിലും നല്ല ഫാസ്റ്റായിട്ട് അപ് ടു 3000 സ്ക്വയർ ഫീറ്റ് വരെ നല്ല സ്പീഡിൽ
നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർനെറ്റ് അതുപോലെ തന്നെ കിട്ടുന്ന രീതിയിലുള്ള എക്സ്റ്റൻഡറായിട്ടല്ല ആക്ച്വലി ഇത് മെഷ് എന്നാണ് പറയുന്നത് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിൽ എൻ്റെ പിസിയുടെ പുറകിൽ അവിടെ മുകളിലത്തെ നില മെയിൻലി എൻ്റെ സ്റ്റുഡിയോ മാത്രമായിട്ടും ഇത് താഴത്തെ നില നല്ല വൈഡ് ഏരിയ കവറേജ് ഈ ഒരു സാധനത്തിന് കിട്ടും. എൻ്റെ വീട്ടിൽ മൊത്തം 8 മൊഡ്യൂളുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അറൗണ്ട് ഓരോ സ്വിച്ച് ബോർഡിൽ ഓരോന്ന് വെച്ച് മൊത്തം 8 മെയിൻ സ്വിച്ച് ബോർഡിൽ അങ്ങനെ മൊത്തം 16,000 രൂപയാണ് എനിക്ക് സ്വിച്ച് ബോർഡിനകത്ത് മൊഡ്യൂൾ വെക്കാൻ മാത്രം ആയ വില. പിന്നെ നമ്മൾ വയറിംഗ് ആയാലും ഇപ്പം ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് വീട്ടിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് വയറിംഗ് ആയാലും വിളിക്കുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് വേറെ. ഞാൻ തിയേറ്റർ കാണിച്ചില്ലല്ലോ ഗൈസ്, തിയേറ്റർ ഓൾമോസ്റ്റ് പണിയാൻ കഴിഞ്ഞിരിക്കുക. ഞാൻ ഒരു പ്രൊജക്ടറും കൂടെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ സെറ്റ് ആവും. ഞാനത് അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എൻ്റെ വീട് സ്മാർട്ട് ആക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ കാണിച്ചു തരാം. ആദ്യത്തെ ആപ്ലിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ വിപ്രോയുടെ ആപ്ലിക്കേഷൻ. ഈ വിപ്രോയുടെ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ കിട്ടും. ഇതിപ്പോൾ കാണുന്നതെല്ലാം എൻ്റെ ഓരോ റൂമുകളാണ്. ഇതിപ്പം എൻ്റെ സ്റ്റുഡിയോ ഫോർ എക്സാമ്പിൾ ഈ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ലൈറ്റൊക്കെ ഓഫ് ആവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാം നമുക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് സ്വിച്ചായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ റൂമിലെ ലോക്ക് ആണ്, ഡോർ ലോക്ക് ആണ്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ കിച്ചണിലാണ് ഇതെല്ലാം ഓഫാണ്, നമ്മൾ ഓൺ ആക്കുന്നതനുസരിച്ച് അവിടെ ഇപ്പോൾ ഓൺ ആവുന്നുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞാൽ ടൈമിങ്ങിൻ്റെ കാര്യം, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ വെളിയിലത്തെ ലൈറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിറ്റ് ഔട്ടിൽ ടൈമർ എന്ന് പറഞ്ഞ സെറ്റിംഗ്സ് ഇവിടെ കാണാൻ സാധിക്കും. സ്ട്രൈക്കർ ലൈറ്റ് രാത്രിയിൽ 6:30 ആകുമ്പോൾ ഓൺ ആവുന്ന രീതിയിലും 9:50 ആകുമ്പോൾ ഓഫ് ആവുന്ന രീതിയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ പാതിരാത്രി മൊത്തം കത്തിയിരിക്കുന്ന ലൈറ്റ് ഈ അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് എന്ന് പറഞ്ഞ ലൈറ്റാണ്. കാരണം രാവിലെ 6 മണി വരെ ആ ലൈറ്റ് കത്തിയിരിക്കും. അങ്ങനെയാണ് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചത് ടൈം. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എപ്പോൾ കത്തണം എപ്പോൾ തന്നെ ഓഫ് ആവണം എന്നുള്ളത് നമുക്ക് ഓൺ ആക്കിയാണ് സെറ്റപ്പ് ഉണ്ട്. ഇപ്പോൾ ട്യൂബിൻ്റെ ആണ്, ഇതാ നേരത്തെ പറയാം ട്യൂബ് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഇങ്ങനെ RGB ഇങ്ങനെ മാറ്റി കളിക്കാം. നല്ല രസം. എനിക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭയങ്കര എസ്തറ്റിക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സീനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ വെതർ മാറുന്നതനുസരിച്ച് ഇപ്പം ഇത്ര ഡിഗ്രി താഴെ ക്ലൈമറ്റ് മാറുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വീടിൻ്റെ AC ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ ആപ്പാണ് ഹോം മേറ്റ് എന്ന് പറഞ്ഞ ആപ്പ്, ബ്രാൻഡിൻ്റെ ആപ്പ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ സ്റ്റുഡിയോയുടെ ഫാന്, ഈ ഒരു വീട്ടിലെ ഫാനുകളും AC കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിപ്പം എൻ്റെ റൂമിലെ AC ആണോ? ഓക്കെ, ഇതെന്നിപ്പോൾ എൻ്റെ റൂമിലെ AC ആണ്. AC 25 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത്. ഇവിടെ പ്ലസ് അടിക്കുന്നതനുസരിച്ച് അവിടെ നമുക്ക് മാറാം. കണ്ടോ, വൈഫൈ മാത്രം അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മാത്രം കണക്ട് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. 24, 23, 25 അതുപോലെ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം, ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യാം. അങ്ങനെ എല്ലാ ആപ്ലിക്കേഷനും കൂടെ പറ്റും. ഈവൻ ആപ്ലിക്കേഷൻ മാത്രമല്ല വോയിസ് കമാൻഡ് യൂസ് ചെയ്തിട്ടും അലക്സ ആപ്പ് യൂസ് ചെയ്തിട്ടും പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇത് മൂന്നാമത്തെ ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ആപ്പാണ് അലക്സയുടെ ആപ്പ്. ഈ ആപ്പിനകത്താണ് എല്ലാ ആപ്പിൻ്റെയും ലിങ്ക് വരേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്ത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ലൈറ്റ്സിൻ്റെയും മറ്റേതിൻ്റെ സ്വിച്ചസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. വർക്ക് ഏരിയ ലൈറ്റ്, സ്റ്റുഡിയോ ലൈറ്റ്, ബാർ ലൈറ്റ്, മറ്റേ ലൈറ്റ്, മറിച്ച ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കിടക്കാം. ഓരോ ഗ്രൂപ്പായിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. കിച്ചൺ, ലിവിംഗ് റൂം. ഈ ലിവിംഗ് റൂമിനകത്ത് ഓരോ ലൈറ്റ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫുൾ എന്ത് കസ്റ്റമൈസേഷൻ, ഇപ്പം പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി നേരത്തെ പറഞ്ഞാൽ ഗസ്റ്റിൻ്റെ, അങ്ങനെ ലൈക്ക് എന്ത് സംഭവങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളുടെ ഐഡിയ, ഒരു കെട്ടപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും പ്രൊഡക്ട്സ് ഒക്കെ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് മേടിച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഗൈസ്. ഇത്ര നിങ്ങൾ വീട് ഫുള്ളി ടോട്ടലി അലക്സ ആക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല, അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും ചെയ്ത് വരുമ്പോഴത്തേക്ക്. പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ പർപ്പസ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാർപോർസ് ലൈറ്റ്, വീടിൻ്റെ പുറത്തെ ലൈറ്റ്, ഇതൊക്കെയാണല്ലോ മെയിൻലി നമുക്ക് അലക്സ ആയിട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻ ബെഡ്റൂമിലെ ലൈറ്റ്, അല്ലാതെ ബാത്റൂമിൽ ലൈറ്റ് ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ബാത്റൂമിൽ കിടന്നുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇതാണ്, സ്വാതന്ത്ര്യത്തിന് ഞാൻ വിട്ടിരിക്കണം. ഇതൊക്കെയാണ് പ്രൊഡക്ട്സ്, ഇതൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. പല ബ്രാൻഡ്സിൻ്റെയും കിട്ടും. ഞാനിപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ബ്രാൻഡ്സ് ഞാൻ ഉപയോഗിച്ച് ഇതൊരു 6 മാസമായി. ഇപ്പം കുഴപ്പമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇനിയിപ്പോൾ നാളെ അടിച്ചു പോയാൽ എന്നൊന്നും പറയില്ല, എൻ്റെ അടിച്ചു പോയാലും എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. എനിവേ, ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. വേറെ എന്തിനെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യണം. നമ്മൾ ഇനി അങ്ങോട്ട് വീഡിയോ ഇട്ട് തകർക്കാൻ പോവുക, പൊളിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി ഞാൻ കാതോർത്ത് ഇരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.